അപ്പൊ ഞാൻ ഒരു 2 മാസം മുമ്പ് ബാംഗ്ലൂരിലെ IT മേഖലയിലെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കുറെ ജോലികൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ട് വലിയ ശമ്പളമുള്ള ജോലിയായിരുന്നു. പുതിയ ടെക്നോളജി വന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് വലിയ ഭീഷണികൾ വന്നു. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലകളിൽ. അപ്പോ അത് ഞാൻ ഇസ്ഹാഖുമായിട്ട് ഒന്ന് സംസാരിച്ചു. അപ്പൊ AI കുറെ ടെക്നോളജി മേഖല അറിയുന്നതാണ്. ഇസ്ഹാഖിനോട് പറയല്ലോ മൈക്രോസോഫ്റ്റ് ഒക്കെ പിരിച്ചുവിടൽ തുടങ്ങി. എന്താണ് ആ സംഭവം? അതായത് മൈക്രോസോഫ്റ്റിൽ പ്രോഗ്രാം ചെയ്യുന്ന ആ വർക്ക് ഒരു മനുഷ്യൻ ചെയ്യുന്ന വർക്കുകൾ AI കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ അവരെ പിരിച്ചുവിടുക എന്നുള്ളൊരു കൺസെപ്റ്റ് എത്തിയിരിക്കുന്നത്. കാരണം ജീവനക്കാരെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലാഭമാണല്ലോ, അത്ര ആളുകൾക്ക് ശമ്പളം കൊടുക്കണ്ട. പക്ഷെ അത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നല്ലോണം ബാധിക്കും. ജിഷ്ണുവോട് ഒരു ചോദ്യം, ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്, ഏകദേശം ഈ ടെക്നോളജിനെ കുറിച്ചും കൂടുതൽ അറിയാം. അപ്പൊ നമ്മളിപ്പോ വെൽനസ് മേഖലയിലാണ്. അപ്പോ ഓരോ മേഖലകള് ഇപ്പോ 2-3 പ്രശ്നങ്ങളാണ് നമ്മളുള്ളത്. ഒന്ന് കോർപ്പറേറ്റ് വൽക്കരണം അല്ലെ. ഇപ്പൊ സാധാരണ ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എന്റെ മേഖലകളൊക്കെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അത് ഇന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ കോർപ്പറേറ്റ് വൽക്കരണം കൊണ്ട് സംഭവിക്കുന്ന കാരണം എന്താ? ഇനി നമ്മുടെ ജോലികൾ ഒന്നല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ആ മേഖലകളിൽ ആഴ്ന്നിറങ്ങണം. അപ്പൊ നമുക്ക് ചില മേഖലകൾക്ക് കോർപ്പറേറ്റ് വൽക്കരണം, അതേമാതിരി തന്നെ AI പോലെ ആളുകൾ ഭീഷണി ഇല്ലാത്ത ഒരു മേഖലയുടെ വെൽനസ്. കാരണം ഒരു വ്യക്തിന്റെ അവന്റെ ഭക്ഷണ രീതി, ഇപ്പൊ ഞാനിപ്പോ ഈ ചാർട്ട് പറഞ്ഞല്ലോ, ഓയിലും ഉപ്പും മധുരം കെമിക്കലും കഴിക്കുന്ന ഒരു മനുഷ്യന്റെ ഭക്ഷണ രീതി കൊണ്ടാണ് അവന് രോഗം വരുന്നത്. വേണ്ടാത്തത് കൂടുതൽ ശരീരത്തിന് വേണ്ട പ്രോട്ടീനോ വിറ്റാമിനോ മിനറൽസോ മൈക്രോ ന്യൂട്രീഷനോ ഒരാളെ ശരീരത്തിന് കിട്ടുന്നില്ല. ഇതിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ നടത്തുന്നത് അല്ലെ. ഈ മേഖലകളിലൊന്നും AIക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ ഒരു പേഴ്സണൽ അനുഭവം എന്താണ് ഈ മേഖലയിൽ? ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല, ചെയ്യാൻ കഴിയും. അപ്പൊ അടുത്തറിഞ്ഞുകൊണ്ട് ഇപ്പൊ മനുഷ്യനെ അടുത്തറിഞ്ഞുകൊണ്ട് അവന്റെ ഇമോഷൻസിന്, അവന്റെ ഫീലിങ്സിന് അവന് എത്രത്തോളം ഇത് വേണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോംപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിപ്ലൈ തരുമല്ലോ. ഞാൻ ഇത്ര ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇത്ര മധുരം ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, നമുക്ക് ഇവരോട് പറയും. ChatGPT ആണെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് റിപ്ലൈ തരും. ഇത്ര ഉപയോഗിക്കുന്നെങ്കിൽ ഇത്ര ഉപയോഗിക്കാൻ പാടില്ല, ഇത്ര അളവ് നമ്മൾ മികപ്പെടുത്തണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ നമ്മളൊരു ഉള്ളിലൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് തൊട്ട് ജെനുവിനായിട്ടൊരു കാര്യം നമുക്ക് റിപ്ലൈ തരാൻ കഴിയും. ഇതിപ്പോ നമ്മളിപ്പോ കണ്ടുപിടി പറയട്ടെ. അപ്പോ ഓരോ മനുഷ്യനും നമ്മളിവിടെ കോച്ച് പറയുന്നത് ഹൈറ്റ് വെയിറ്റിനനുസരിച്ചിട്ട് ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം. അപ്പൊ ഈ AI സെറ്റ് ചെയ്യുമ്പോ എന്താ പറയാ, കോമൺ ഒരു ഹ്യൂമൻ ഇതിൽ വെച്ചിട്ടാണല്ലോ സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്റെ ഹൈറ്റ് വെയിറ്റ് അല്ലല്ലോ ജിഷ്ണു, അതല്ല. അപ്പൊ അതിനനുസരിച്ച് ഒരു കോമൺ ആയിട്ടുള്ള സാധനം AI ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും നമ്മളെ വെൽനസ് മേഖലയില് കോച്ചുമാര് പറയുന്നത് പൂർണ്ണമായിട്ട് പിന്നെ എന്തൊക്കെയാണ് അസുഖങ്ങൾ നമ്മളെ അടുത്ത് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നതൊന്നും AIക്ക് കണ്ടെത്താനും കഴിയും. നമ്മുടെ ഒരു മേഖല ഇതൊരു ഒരുപാട് സേവനം ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഞാൻ പറയാറുണ്ട് എന്താ വെച്ചാല്, AIക്ക് നമ്മളിപ്പോ പറഞ്ഞ ഹൈറ്റ് വെയിറ്റിന്റെ കാര്യം. അപ്പൊ ഒരു വ്യക്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റിൽ ഇത്ര കുറച്ചാലാണ് വെയിറ്റ് വേണ്ടത്, അതൊക്കെ പ്രോഗ്രാമിൽ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും AIക്ക്. പക്ഷെ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്ന ഒരു മനുഷ്യനും ആരോഗ്യമായിട്ടിരിക്കട്ടെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ വെൽനസ് എന്ന് പറയുന്നത് മേഖല AIനെ കൊണ്ട് നമുക്ക് പണിയെടുക്കില്ല. പക്ഷെ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുപ്പിക്കാനേ പറ്റും. പക്ഷെ ഒരാളെ ഹെൽത്ത് എടുക്കണമെങ്കിൽ ആ മനുഷ്യൻ തന്നെ വിചാരിക്കണം, ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എങ്ങനെ ഭക്ഷണ രീതി മാറ്റണം, എനിക്ക് എങ്ങനെ വെള്ളം കുടിക്കണം, ഇതൊക്കെ ഒരു വ്യക്തി തീരുമാനിക്കണം. അപ്പൊ ഇതില് വലിയൊരു വിഷയം എനിക്ക് തോന്നിയത്, ഓരോ കാലഘട്ടത്തിനും ഓരോ ഇൻഡസ്ട്രി വരും അല്ലെ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ കൃഷിയായിരുന്നു നമുക്ക് ജീവിക്കാൻ അല്ലെ. പിന്നെ ഒരു കാലഘട്ടം എന്നപ്പോഴത്തേന് അത് വ്യവസായമായി മാറി, പിന്നെ അത് IT ആയി മാറി അല്ലെ. ഇപ്പൊ ഒരു കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് വെൽനസ് മേഖല, നമ്മളിപ്പോ ഈ വെൽനസ് മേഖലയില്ല. അപ്പൊ ഇതിൽ കോർപ്പറേറ്റ് വൽക്കരണം ഉണ്ട്.
AI ആധിക്യം ഉണ്ട്, പക്ഷെ നമുക്കൊരു സ്പേസ് ഉണ്ട് ഇല്ലേ? ഇൻഡിവിജ്വൽ ആയിട്ട് ജിഷ്ണു പറഞ്ഞ മാതിരി ഒരു വ്യക്തിക്ക് അപ്പപ്പോ എന്താണ് വേണ്ടത്, അവന്റെ ഫുഡ് ഹാബിറ്റ് എങ്ങനെ നിയന്ത്രിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഈ മേഖലകളിൽ വലിയൊരു സ്പേസ് കിടക്കുന്നുണ്ട് അല്ലെ? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ AI എന്ന് പറഞ്ഞാല് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രമേ അത് വെച്ചിട്ടാണ് അത് പ്രതികരിക്കുക. ഒരു മനുഷ്യൻ അതിൽ ഇന്ന് ഒരു സംഭവം ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായാലും അതിലൊരു പ്രോഗ്രാം, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ കൊടുത്ത ആ പ്രോഗ്രാം വെച്ചിട്ടാണ് അത് പ്രതികരിക്കുക. അതിനപ്പുറത്തേക്ക് AI പോകില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പോൾ പുതിയൊരു രോഗം കണ്ടെത്തി എന്ന് വിചാരിക്കുക, അതിനെ പറ്റിയിട്ട് AI ഒരു പ്രോഗ്രാമിംഗ് ചെയ്താൽ മാത്രമേ ആ രോഗത്തെ കുറിച്ചിട്ട് AI പ്രതികരിക്കുള്ളൂ. അതിന്റെ സൊല്യൂഷന് എന്താന്ന് AI പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു മനുഷ്യൻ അതിൽ പ്രോഗ്രാം ചെയ്യണം. അപ്പൊ അതിനൊരു കാര്യം, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ പണി പറയുന്നത് അപ്പൊ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് എന്നുള്ളതല്ലേ AI പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു സൊല്യൂഷൻ. അപ്പൊ അയാളെ ഭക്ഷണക്രമം വെള്ളം കൂടി അയാളെ ജീവിത ശൈലി ഒന്നിപ്പോ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് അടിസ്ഥാന ഭക്ഷണ രീതികളെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെപ്പോഴും പറയുന്നല്ലേ ഭക്ഷണമാണ് ആവശ്യം, അതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടിസ്ഥാന കാര്യങ്ങൾ അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരുവിധമുള്ള രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഇത് WHO വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തെറ്റായ ഭക്ഷണ രീതി, തെറ്റായ ജീവിത ശൈലി, ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസിന് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? അപ്പൊ ഇതിനൊക്കെ ഉദാഹരണമാണ്. അപ്പൊ ജിഷ്ണുവിന്റെ അമ്മന്റെ അസുഖം മാറി കിട്ടിയത്, നിന്റെ പിന്നെ ക്ഷീരാമതിയത്തിന് 22 വർഷമായിട്ടുള്ള ഷുഗർ നോർമലായത്. അപ്പൊ ഇത് നമ്മളെന്തെങ്കിലും സ്വാധീനം അല്ലെ, എത്രയോ വർഷങ്ങളായിട്ടുള്ള ഉറക്കത്തിന്റെ പ്രോബ്ലം മാറി കിട്ടിയത്, ഇസ്ഹാക്കിന് കിട്ടിയ റിസൾട്ടുകൾ. ഇവിടെ നമ്മൾ എന്താ, ഇതൊരു മെഡിക്ലെയിമോ കാര്യമല്ല, നമ്മളെന്താ ചെയ്തത്, നമ്മളുടെ ഭക്ഷണക്രമത്തെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബാലൻസിങ് ചെയ്തു. അപ്പൊ കിട്ടിയ ഒരു മാറ്റം. ഈ ഒരു മേഖല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മളുടെ മേഖല കോർപ്പറേറ്റ് വൽക്കരണത്തിന് വിധേയമല്ലാത്ത AI മേഖലകളിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പറ്റാത്ത മേഖലകളിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതും ഇതിനെ സൊസൈറ്റിക്ക്, കാരണം ആളുകളൊക്കെ വലിയൊരു ആശങ്ക. മുമ്പ് ഇവിടെ ട്രാക്ടർ വന്നപ്പോ ആളുകളൊക്കെ കരുതി ഞങ്ങളുടെ ജോലി പോയി, കമ്പ്യൂട്ടർ വന്നപ്പോ എന്ത് പറഞ്ഞു, ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ നമുക്ക് ഒഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്. നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആകെ പ്രശ്നമില്ല. കൂടുതൽ പ്രാധാന്യം, അതായത് ഏകദേശം 30 കിലോമീറ്റർ സൈക്ലിംഗ് നടത്തും, ജിമ്മുണ്ട്. അപ്പോ അകത്തേക്ക് കൊടുക്കുന്ന പോഷങ്ങളെ പറ്റി അത്ര അവയർനെസ് അറിവുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പോഷകങ്ങൾ കറക്റ്റ് എത്തി. ഇപ്പൊ നമ്മൾ ആ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ നെർവസ്, ബോഡിയിലെ ഫാറ്റ് ഒക്കെ പോയി, നെർവസ് ഒക്കെ നല്ലൊരു നമുക്കൊരു കോൺഫിഡൻസ് കണ്ണാടിയിൽ, ഒരു ആന്റി ഏജിങ്ങും കിട്ടും. അപ്പൊ ഞാൻ ഈ റിസൾട്ട് എന്റെ കടയിൽ വന്ന നേരം എടുത്ത ജിഷ്ണുനോട് പറഞ്ഞു. അവിടെ നമുക്കൊരു സഹപ്രവർത്തകനാണ്. അപ്പോ അവരെന്ത് ചെയ്യും, ഇതിനെപ്പറ്റി പഠിച്ചു. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ 6 മാസം അവൻ പഠിച്ചു. കുറച്ച് സമയം പോയെങ്കിലും അവന് നമ്മുടെ റിസൾട്ടിൽ നിന്ന് കിട്ടി. അപ്പോ വർക്കൗട്ട് 20% ഉള്ളൂന്ന് കോച്ച് പറയുമ്പോ ഞാൻ പറയല്ല, വർക്കൗട്ടാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. വർക്കൗട്ട് 20% അല്ല, 10% മതി ഇപ്പോ മനസ്സിലാവും. പോഷകത്തിന് 80%, വർക്കൗട്ടിന് നമ്മളൊരു 20% കൊടുക്കുന്നുണ്ട്. ഷിയാസ് നമ്മൾ വരുന്ന സമയത്ത് എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. വർക്കൗട്ടിന് 80% കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, 20% പോലും പോഷകത്തിന് കൊടുക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇതിൽ ഞാനൊരു ബാലൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അത് കറക്റ്റായിട്ട് അദ്ദേഹം പാലിച്ചു. അപ്പൊ കിട്ടിയൊരു മാറ്റം അല്ലെ, ഭക്ഷണ രീതിയിലൂടെ ആരോഗ്യം എടുക്കുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. ഇനി ഈ മേഖലകളിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം, താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഈ മേഖലനെ കുറിച്ച് പഠിക്കാനാണ്. ഇപ്പൊ ജിഷ്ണു പഠിച്ചു വന്നതാണ് അല്ലെ. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്, നമുക്കൊരു തിരിച്ചറിവ് കിട്ടും ഈ മേഖലയിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ ആശയങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Okay.